ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കിയാലോ. ഇത് ചോറ്, അപ്പം, ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി ഒരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, കുറച്ച് ഉപ്പും, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 7-8 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ബീഫ് നന്നായിട്ട് വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 7 വിസിൽ കഴിഞ്ഞു. നമുക്കിനി കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, 2-3 പച്ചമുളക് നെടുകെ പിളർന്നതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു ഇളം ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഉലർത്താണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. Thank you.